ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അത് നമ്മളെ കണ്ടൻറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ മുൻകോഡ് സ്കോച്ചർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന് 3.സംതിങ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇവർക്ക് ഇൻസ്റ്റഗ്രാം മാത്രമല്ല യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. 3.സംതിങ് മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇവരെ കളക്ഷൻ അത്രയും സൂപ്പറാണ്. ഇവർ തന്നെ ചെയ്യുന്നതാണ്. ഡിസൈനേഴ്സ് ഒക്കെ സൂപ്പർ കളക്ഷൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റേറ്റ് ആണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് ഇവരെല്ലാ പ്രോഡക്റ്റും കൊടുക്കുന്നത്. അങ്ങനെ ഇവരുടെ ഡിസൈൻസ് കണ്ട് കുറേ നാളായി ഞാൻ ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടി ഞാൻ സെപ്റ്റംബർ 9 ഞാനൊരു സാരി ഓർഡർ ചെയ്തു. ഒരു സാരി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് സാരി ആയിട്ട് വരുന്നത്. ഞാൻ അതിൻ്റെ പിക്ചർ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 9 ഞാൻ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്ത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. 1990 രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത്. പക്ഷേ അതിന് CGST SGST പിന്നെ ഷിപ്പിംഗ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി എനിക്ക് 2307 രൂപയാണ് ആയത്. അത് ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ് കേട്ടോ. ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തു. പിന്നെ മെയിലായിട്ട് ഒരു ഇൻവോയ്സ് വന്നു. അങ്ങനെ അവർ നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻവോയ്സ് വന്നു. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൂടുതൽ വീഡിയോസ് ഞാനിങ്ങനെ കാണാൻ തുടങ്ങിയത്. പിന്നെ യൂട്യൂബിലൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അതിൽ ഞാൻ കുറേ കമൻറ്റുകൾ കണ്ടു. ഇവരെ സാധനങ്ങൾ കുറേ ഡിലേ ആയിട്ടാണ് എത്തുന്നത്, 4 മാസം 5 മാസമൊക്കെ ആവുന്നുണ്ട് കിട്ടാൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് 19 ഡേയ്സ് കണക്ക് കൂട്ടിയിട്ടായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തത്. എനിക്ക് ഡിസംബർ 15 എൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിങ് ഡേറ്റ് കണ്ടു വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ട് കിട്ടും എന്നുള്ള ഇതിലാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം 19 വർക്കിംഗ് ഡേയ്സിൽ പിന്നെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുള്ളത്. അപ്പോൾ എൻ്റെ തെറ്റാണ്, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. അവർ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 19 വർക്കിംഗ് ഡേയ്സ് എന്ന്. പക്ഷേ ഞാനത് 19 ഡേയ്സ് ആയിട്ട് കൂട്ടി. മിക്കവാറും എല്ലാവരും ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ 19 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് നമ്മളെ ചിന്തയിൽ പെട്ടെന്ന് പോവാൻ 19 ഡേയ്സ് എന്നാണല്ലോ. അങ്ങനെയാണ് എനിക്ക് അവരെ പിന്നീടുള്ള കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ അതിനുശേഷം അവരോട് ചാറ്റ് ചെയ്തതായിട്ടുള്ളതും സ്ക്രീൻ റെക്കോർഡായിട്ടും സ്ക്രീൻഷോട്ടായിട്ടും അവരെനിക്ക് തന്ന ഇൻവോയ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തെളിവ് സഹിതം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോയിൽ നിങ്ങൾ അതൊന്ന് നോക്കൂ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 2 സെപ്റ്റംബർ 9 ഓർഡർ കൊടുത്ത് എനിക്ക് ഇന്ന് ഏപ്രിൽ 2 ആയിട്ടും എൻ്റെ പ്രൊഡക്റ്റ് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക എത്ര ദിവസമായി എന്നുള്ളത്. ഏകദേശം 7 മാസം ആവാറായി. അപ്പോൾ ഞാൻ ഇന്ന് അവരെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരെ കിട്ടി. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ നിങ്ങളൊന്ന് കേട്ടു കേട്ടോ. അതെ മാം, പറഞ്ഞോളൂ. ഞാൻ സെപ്റ്റംബർ 9 പിന്നെ ഓർഡർ തന്നതാണ്. ഓക്കെ, ഓർഡർ ഐ ഡി പറഞ്ഞോളൂ മാം. 39 39 58 58 34. ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഷാനിബ സലീം എന്നുള്ള പേരിലല്ലേ ബുക്ക് ആ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ അതെ. അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞുതരുമോ? ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. 13.03 അല്ലേ പ്രൊഡക്റ്റ് വരുന്നത്? ആ അതന്നെ. നമുക്ക് ഡിസ്പാച്ച് ഓൺഗോയിങ് ആണ് കേട്ടോ. ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ മെയിൽ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ഒരു മെയിൽ വന്നിട്ടില്ലല്ലോ. ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ന് വെച്ചാൽ ഡിസ്പാച്ച് ഓൺഗോയിങ് വെച്ചാൽ ഡിസ്പാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റിന് ഡിസ്പാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്പാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ വെബ്സൈറ്റിൽ മാം ഞാൻ നോക്കി ചെക്ക് പോയി ചെയ്തപ്പോൾ നോക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഡിസ്പാച്ചിന്റെ ഡേറ്റ് കണ്ടത് പിന്നെ ഫെബ്രുവരി 16 ഇന്ന് ഏതാ ദിവസം എന്നറിയാം നിങ്ങൾക്ക്? ഏപ്രിൽ 2. ഇത്രയും ദിവസം എടുക്കും നിങ്ങൾക്ക് അത് ഓൺഗോയിങ് പോവാൻ വേണ്ടിയിട്ട്? ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് പറഞ്ഞത് ഫെബ്രുവരി. ആ പ്രോഡക്റ്റിന്റെ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് ആ ടൈം. എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണ് നമുക്ക് ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബാച്ച് വൈസ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് 4 ബാച്ച് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. പാറ്റേണും സൈസും കളറും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് സൈസ് ബാച്ച് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പോകത്തുള്ളൂ. ഈ 3 ബാച്ചും കൂടി ഒരുമിച്ചാവുമ്പോഴാണ് മാമിന്റെ പോകുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്തിനാ അതിൽ ഫെബ്രുവരി 16 നമ്മുടെ ഡിസ്പാച്ച് ഡേറ്റ് കൊടുത്തത്? ആ ഡിസ്പാച്ചിങ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ് മാം, അല്ലാതെ മാമിന്റെ മാത്രമായിട്ടുള്ള കോഡിന്റെ അല്ല. എന്ന് വെച്ചാൽ ഈ 13.03 എന്നുള്ള പ്രോഡക്റ്റിന്റെ ഡിസ്പാച്ച് ടൈം ആണ് അത് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ആ ടൈം. ഓക്കെ, ഏതായാലും നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞ് ഇപ്പം മാസം 1 കഴിഞ്ഞില്ലേ? ഞാൻ ഈ പ്രോഡക്റ്റ് തന്നത് സെപ്റ്റംബർ 9 കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ലല്ലോ, അതിനുശേഷം വേറെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് ബാച്ച് വൈസ് പോകുള്ളൂ. ഓക്കെ, ആയില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഡിസംബറിൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ജനുവരി ആവും കിട്ടാനെന്ന് എന്നോട് പറഞ്ഞു. ആ ജനുവരി കഴിഞ്ഞു. ഇപ്പം ഇന്ന് ഏപ്രിൽ 2. ഏപ്രിൽ 9 ആയാല്
ഞാൻ ഈ ഓർഡർ തന്നിട്ട് 7 മാസം. ഇത്രയും ലോങ് എന്തുകൊണ്ട് പോകുന്നേ? നിങ്ങൾ മാക്സിമം 19 വർക്കിംഗ് ഡേയ്സ് പറഞ്ഞു. മിനിമം പോയാല് പിന്നെ ഡിസ്പാച്ചിന്റെ ഒരു മാസം ഓക്കെ. എന്തുകൊണ്ട് ഇത്രയും ലോങ് ആയി പോകുന്നേ? ഞങ്ങളൊരു സാധനം ഒരു ഡേറ്റ് പെട്ടെന്ന് കിട്ടാനോ അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ വാങ്ങുന്നതല്ലേ നിങ്ങൾ എത്തുന്ന ഒരു പ്രൊഡക്റ്റ്. അതൊരു പ്രൊഡക്റ്റ് വാങ്ങി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അത് കിട്ടേണ്ടത്. പറയുന്നുണ്ടല്ലോ. ഓ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപെൻഡ്സ് ഓൺ മാനുഫാക്ചറിംഗ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വട്ടം നിങ്ങളൊന്ന് നോക്കി നോക്ക്, എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് നോക്കി നോക്ക്. ഞാൻ നിങ്ങളെ പിന്നെ ഇതിൽ തന്നെ പോയിട്ട് സപ്പോർട്ട് പോർട്ടലിലും എല്ലാ സംഗതിയിലും ഞാൻ മെസ്സേജ് അയച്ചു. ഒരു റിപ്ലൈ നിങ്ങൾ തരണം. ഇത് തന്നെ ഞാൻ എത്ര തവണ വിളിച്ചിട്ട് എനിക്കിന്നത് കിട്ടിയത് എന്നറിയോ, കോള് കിട്ടിയത്. നിങ്ങൾ അത്രയും ഇഷ്ടത്തോടെ ഒരു പരിപാടിക്ക്, അതും കറക്റ്റ് കുറേ മാസം മുന്നേ എന്റെ സിസ്റ്ററിന്റെ പിന്നെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ പ്രൊഡക്റ്റിന് പറഞ്ഞത്. അത് കഴിഞ്ഞു, പോട്ടെ എന്ന് വിചാരിച്ചു. എന്നാല് മതി പോട്ടെ. അത് കഴിഞ്ഞ് ഫെബ്രുവരി 16 അത് കണ്ടപ്പോ ഒരു സമാധാനമായി. ഒന്നാലെങ്കിലും കിട്ടുമല്ലോ. ഇത് അതും കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ ഒരു സാധനത്തിന്? ഒരാളെ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും? പിന്നെ ഞാനും നിങ്ങളെ റിപ്ലൈ തരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ പിന്നെ അയക്കുന്നതിനൊന്നും റിപ്ലൈ തരുന്നില്ല. ഞാൻ നിങ്ങളെ പിന്നെ പോസ്റ്റിലും എല്ലാത്തിലും ഞാൻ കമന്റ് ഇട്ടു. ആ കമന്റ് ഫുള്ള് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും. അതെന്തുകൊണ്ടാ? ഞങ്ങൾ ചോദിക്കുന്നതിന് റിപ്ലൈ തരിക എന്നുള്ള നിങ്ങളൊരു മര്യാദ അല്ലേ? ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് കിട്ടിയതൊന്നുമില്ല, കമന്റിലല്ല, അല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഫസ്റ്റ് ഞാൻ അയച്ചു. ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടു നിങ്ങളിങ്ങനെ കുറെ ലോങ് ആകുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചത്. 19 ഡേയ്സ് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ തന്നത്. പിന്നെ എനിക്ക് ഡിസംബറിൽ കിട്ടുമെന്ന്. അപ്പൊ എനിക്ക് റിപ്ലൈ തന്നു, കിട്ടിയില്ല, ജനുവരി ആവും കിട്ടാന്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ, ഓർഡർ ക്യാൻസൽ ചെയ്യാം? അതിനുള്ള റിപ്ലൈ പോലും തരുന്നില്ല. അതെന്തുകൊണ്ടാ അതിനുള്ള റിപ്ലൈ തരാത്തത്? ഓപ്ഷൻ ഇല്ല. റീഫണ്ട് ഓപ്ഷൻ ഇല്ല നിങ്ങൾ പറയണം. അതും പറയുന്നില്ലല്ലോ. ഞാൻ റീഫണ്ട് കിട്ടുമോ ക്യാൻസൽ ചെയ്യാന്ന് അവര് പറയുന്നത് ക്യാൻസൽ പിന്നെ വെബ്സൈറ്റ് വഴിയാ ഉള്ളൂ. അത് ഓക്കെ, വെബ്സൈറ്റ് വഴി. പക്ഷെ റീഫണ്ട് കിട്ടുമെന്ന് ചോദിക്കുന്നതിനൊരു റിപ്ലൈ അവര് തരണ്ടേ? മെസ്സേജ് അയച്ചതുകൊണ്ട് അപ്പൊ നമുക്ക് മെയിലിൽ റിപ്ലൈ തന്നു. പാസ്പോർട്ടിൽ മെയിൽ അയച്ചാൽ മതി. മെയിലും ഞാൻ ഒരുപാട് അയച്ചു. നിങ്ങൾ റിപ്ലൈ തരട്ടെ. എത്ര തവണ ഞാൻ മെയിൽ അയച്ചേ? നിങ്ങളെ വെബ്സൈറ്റ് വഴിയാണ് മെയിൽ അയച്ചത്. നമ്പർ ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നോ? അതൊക്കെ കൊടുത്തിട്ട് തന്നെ അയച്ചത്. അങ്ങനെയാണെങ്കിൽ മാമിന്റെ മെയിൽ റിസിപ്റ്റ് തരാതിരിക്കില്ല. നിങ്ങളിപ്പം എന്തായാലും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുന്ന എനിക്കറിയാം. എനിക്ക് ഉറപ്പാണ് നിങ്ങളെ വിളിച്ചാല് അതിന് കറക്റ്റായ മറുപടി കിട്ടിയില്ല. ഞാൻ കോള് തന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും? അതും നിങ്ങൾ പറഞ്ഞ ഇനി ഈ പ്രോഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും? ഈ ഏപ്രിൽ കംപ്ലീറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണോ? ഓൺഗോയിങ് ആണ് മാം. ഓൺഗോയിങ് ആണ്. നിങ്ങൾ അവിടുന്ന് വിട്ടിട്ടില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾ പറയുന്നത്? ഓൺഗോയിങ് ആണെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ അവിടുന്ന് സാധനം വിട്ടിട്ടില്ല. മാമിന്റെ ഇല്ല. ഈ പ്രോഡക്റ്റിന്റെ മൊത്തമായിട്ടാണ് ഞാൻ പറയുന്നത്. മാമിന്റെ ഇല്ല. ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നത് നിങ്ങൾ അവിടുന്ന് കൊറിയർ അയച്ചിട്ടില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അയക്കാത്തത്? അതല്ലേ ഞാനും പറഞ്ഞത്. എന്ത് ഡിസ്പാച്ച് ആക്കിയിട്ടില്ല? ഡിസ്പാച്ച് നിങ്ങൾ ആ സംഗതി, നിങ്ങൾ ആ ഡ്രസ്സിന്റെ നിങ്ങൾ കംപ്ലീറ്റ് 90 days കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇല്ല. നിങ്ങൾ ഇതുവരെ അതിന്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല. മാം, അത് ഡിസ്പാച്ച് ഓൺഗോയിങ് ആണ്. വർക്ക് കംപ്ലീറ്റ് ആയി, പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കണ്ടല്ലോ. ഫെബ്രുവരി 16 ഞാൻ കണ്ടു. അതിന് തന്നെ ഒരു മാസം എടുത്തിട്ട് ഇവിടെ എത്താത്തത്? അതാണ് മാം പറഞ്ഞത്. മാമിന്റെ എല്ലാം ഡിസ്പാച്ച് ആക്കിയത് ബാച്ച് വൈസ് ആയിട്ട് വരുമ്പോ മാം അടുത്ത ബാച്ചിലാണ് വരുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ അടുത്ത ബാച്ചിലാ വരുന്നതെങ്കിൽ ആ ഡേറ്റ് അല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത്? അത് മാമിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബാച്ച് വൈസോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ നിങ്ങൾ ഡിസ്പാച്ച് ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് ഞങ്ങളെ വിടണം. അല്ലാണ്ട് നിങ്ങളത് എല്ലാവരും ഇപ്പൊ ഇന്ന് ഓർഡർ ഞാൻ പറയുന്നത്, ഇന്നിപ്പോ ഒരാൾ ഓർഡർ ചെയ്യും, നമ്മൾ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാം. അതന്നെ, ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പറഞ്ഞ് മനസ്സിലായി. അതിന്റെ പിന്നെ ഞാനിപ്പോ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് അറിയണമെങ്കിൽ മാം ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടിന് മെയിൽ അയച്ചോളൂ. അതിന് ബാക്കി ഇൻഫോർമേഷൻ കിട്ടും. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ കട്ട് ചെയ്യല്ലേ? ഹലോ
കണ്ടില്ലേ, അവരോട് ഞാൻ കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു, പക്ഷേ അവർ കട്ട് ചെയ്ത് പോയി. നിങ്ങൾ ഈ പറയുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ അവർ പറയുന്ന കുറേ പ്രസ്താവനകൾ തെറ്റാണ്. ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തോ? അവർ പറയുന്ന ആ ഡിസ്പാച്ച് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഡിസ്പാച്ച് ചെയ്തിട്ടില്ല, ഡിസ്പാച്ച് ഓൺഗോയിങ്ങിലാണ്. അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇതുവരെ ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പോൾ അവർ പറയുന്നത് ഇല്ല എന്നാ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പറയുന്നു ഇത് ഡിസ്പാച്ച് ചെയ്തു ഓൺഗോയിങ്ങിലാണ്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുക? ഇവർ കറക്റ്റായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? പിന്നെ ഇവർ പറയുന്നുണ്ട് ബാച്ചായിട്ടാണ് അവർ ഡിസ്പാച്ച് ചെയ്യുന്നത്. പക്ഷേ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ഡിസ്പാച്ച് ചെയ്യുക. അല്ലാതെ ഇത് ബാച്ചാവാൻ കാത്തിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത് അവർ ഒരുമിച്ച് ഒരു അഡ്രസ്സിലേക്കല്ലല്ലോ അവർ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അഡ്രസ്സിലേക്ക് അവർ പെട്ടെന്ന് തന്നെ അയക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇതിലെ സ്ക്രീൻഷോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അവരെ കമൻറ്റ് ഇടുന്നുണ്ട്, ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ റിപ്ലൈ തരുന്നില്ല. നമ്മളിടുന്ന കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെന്നാ, കമൻറ്റിന് റിപ്ലൈ ആയിട്ട് അവർ നമ്മളെ പേഴ്സണലായിട്ട് വന്നിട്ട് അവിടെ വന്ന് പറയുന്നു. അപ്പോൾ അവരോട് നിങ്ങളെന്തിനാ അത് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ഇവിടെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടല്ലോ, റിപ്ലൈ തരാത്ത കണ്ടിട്ടാണ് ഞാൻ കമൻറ്റ് ഇട്ടത്. പക്ഷേ കമൻറ്റ് അവരെന്താക്കുന്നത്, ഡിലീറ്റ് ചെയ്താളെന്ന്. മറ്റുള്ള ആൾക്കാർ കണ്ടാൽ അവർക്ക് തന്നെ മോശമാണെന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവരത് ഡിലീറ്റ് ചെയ്താളെന്ന്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ആ കമൻറ്റ് നല്ല ലോങ് ആയിട്ടുള്ള കമൻറ്റാണ്, ഒരുപാട് വായിക്കാനുണ്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ആ കമൻറ്റ് അല്ല അവർ ഡിലീറ്റാക്കി, ആ വീഡിയോ തന്നെ അവർ ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ട്.